ശ്രീ രാജേന്ദ്രൻ പന്തളം, അതായത് ഇവിടെ ശ്രീ എം ജയചന്ദ്രൻ സൂചിപ്പിച്ചത് വളരെ അടിസ്ഥാനപരമായി വളരെ കരുത്തുള്ള ചില കാര്യങ്ങളാണ്. കാരണം മുൻകാലങ്ങളിൽ പ്രളയം ഉണ്ടായിട്ടുണ്ട്. പ്രകൃതിയുടെ പ്രളയത്തെ നമുക്ക് പിടിച്ചു നിർത്താനാകില്ല. പിന്നീട് ഈ ഓവർ പ്രകൃതിപക്ഷം പറയുന്നതിനെ നമുക്ക് ആധുനിക ലോകത്ത് അങ്ങനെ കണ്ട് അഡാപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു മധ്യഭാഗത്തിലൂടെയാണ് നമുക്ക് പോകേണ്ടിയിരിക്കുന്നത്. അതാണ് വസ്തുത, അതാണ് യാഥാർത്ഥ്യം. എന്നിരിക്കെ പിന്നീട് ചെയ്യേണ്ടത് ഇതിൻ്റെ ആസൂത്രണങ്ങൾ, ഭരണാധികാരികളുടെ മികവും ഒക്കെയാണ്. 10 കൊല്ലം അത് നമ്മൾ കണ്ടതാണ്. ധൈര്യം പകരുകയായിരുന്നു ഓരോ വീടുകളിലും, കേരളത്തിൻ്റെ ഓരോ വീടുകളിലും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഓരോ വീടുകളിലും എത്തി ധൈര്യം പകരുകയായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് മാർഗനിർദ്ദേശം ചെയ്യുകയായിരുന്നു. ഒപ്പം ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് കൃത്യമായി അത് നടത്തുകയും ചെയ്തു. അങ്ങനെ ആ പ്രളയത്തിൻ്റെ ആഘാതത്തെ പിടിച്ചു നിർത്തിയത് നമ്മൾ കണ്ടതാണ്. ഒരു ചെറിയ കാര്യം ഞാൻ താങ്കളോട് മുമ്പിലേക്ക് വെക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ കണക്കുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, വി ഡി സതീശൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചോ എന്ന്. ഇങ്ങനെ പറയേണ്ട ഒരു നിരുത്തരവാദിത്വം, ഈ നിരുത്തരവാദിത്വത്തെ ഏതുമായിട്ടാണ് കൂട്ടിവെക്കേണ്ടത്? ഈ നാടിൻ്റെ അവസ്ഥയ്ക്കായി എടുത്ത ഹെലികോപ്റ്ററിനെ, നാടിൻ്റെ കാര്യങ്ങൾക്കായി എടുത്ത ഹെലികോപ്റ്ററിനെ, ആ ഹെലികോപ്റ്ററിനെ പിന്നീട് അവയവദാനങ്ങൾക്കടക്കം ഉപയോഗിക്കുന്ന നാം കണ്ടു. ഒരിടത്ത് പോലും സ്വകാര്യ കാര്യങ്ങൾക്കായി ഈ നാട് ഉപയോഗിച്ചിരുന്നില്ല. അന്ന് വാകീറുമാർ ഇതിനെ വിമർശിച്ചിരുന്നവർ, ധൂർത്തെന്ന് വിമർശിച്ചിരുന്നവർ, ഇപ്പോഴിതാ സ്വകാര്യ കാര്യങ്ങൾക്ക് അമ്മായിയപ്പനെ കാണാനായിട്ട് പോയിരിക്കുകയാണ് അതേ ഹെലികോപ്റ്ററിൽ. ഈ നിരുത്തരവാദിത്വങ്ങളെ കൂട്ടിവായിച്ചിട്ടാണ് ഈ ഘട്ടത്തിൽ നാം പറയുന്നത്. കേവലം കക്ഷി രാഷ്ട്രീയ അധിഷ്ഠിതമല്ല. രാജേന്ദ്രൻ പന്തളം, താങ്കളോട് യോജിക്കുകയാണ്. കാരണം ഐ കനോട്ട് ഡിഫെൻഡ് ദി ഇൻഡിഫെൻസിബിൾ എന്നുള്ളത്. അങ്ങനെ ഒരു പത്രക്കുറിപ്പ് കൊടുക്കല്ല വേണ്ട. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. 2018 ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണത്. കടുത്ത ഇതേമാതിരിയുള്ള പ്രളയം നടക്കുന്ന സമയത്ത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അത് കൈകാര്യം ചെയ്ത രീതി നേരിട്ട് കണ്ടതാണ്. കാരണം ദൂരദർശന് വേണ്ടി സ്വാതന്ത്ര്യദിന സന്ദേശം കൂടി എടുക്കാൻ പോയതാണ്. ആ തിരക്കിനിടയിലും അദ്ദേഹം ഞങ്ങൾക്ക് അത് തന്നു എന്ന് മാത്രമല്ല, ഉടൻ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇതിന്റെ ഡാമേജസ് എന്താണെന്ന് പെട്ടെന്ന് തന്നെ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം ജനങ്ങളെ അറിയിച്ചു, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ചെളിയും ഡ്രെയിനേജും ഒക്കെ ഈ പ്രളയബാധിത പ്രദേശങ്ങളിൽ ബാധിച്ചിട്ട് ആളുകൾക്ക് അവിടെ കടക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അദ്ദേഹം കൂളായിട്ട് പറഞ്ഞത്, ഞങ്ങളെല്ലാം കൂടി അങ്ങോട്ട് ഇറങ്ങുകയല്ലേ, നമ്മളെല്ലാം കൂടി അങ്ങോട്ട്, ഞങ്ങളല്ല നമ്മളെല്ലാം കൂടി. അവിടെ വളരെ കരുത്തോടു കൂടിയ ഒരു മുഖ്യമന്ത്രിയെ നേരിടാൻ കരുത്തുള്ള ഒരു മുഖ്യമന്ത്രി നമ്മൾ കാണുന്നു. അതുപോലെ തന്നെയാണ് കള്ളാടി ദുരന്തത്തിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സഹായം ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ മുഖ്യമന്ത്രി വി ഡി സതീശനിൽ നിന്ന് പോസിറ്റീവായ ഒരു റെസ്പോൺസ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുകയുമില്ല. അപ്പൊ അങ്ങനെയാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മളൊരു ദുരന്തത്തിലെത്തുന്നു, അല്ലെങ്കിൽ ദുരന്തത്തിന്റെ വക്കിലെത്തുന്നു. ഇതിനെക്കുറിച്ചൊരു മുൻകരുതൽ മുഖ്യമന്ത്രിക്ക് വേണമായിരുന്നു, റവന്യൂ മന്ത്രിക്ക് വേണമായിരുന്നു, എൻറ്റയർ മന്ത്രിസഭയ്ക്ക് വേണമായിരുന്നു. അല്ലാതെ ഇത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ 6 പേര് മരിച്ചു കഴിഞ്ഞിട്ടല്ല കിടന്ന് വെപ്രാളം പിടിക്കേണ്ടത്. ഓഫ് കോഴ്സ് ഈ മരിച്ച 6 പേർക്കും അതിൽ 2 വയസ്സുള്ള കുട്ടിയുണ്ട്, 8 വയസ്സുള്ള കുട്ടിയുണ്ട്, ഒരു സ്ത്രീയുണ്ട്. അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ഞാനും പങ്കുചേരുകയാണ്. അപ്പൊ ആൾറെഡി ഡാമേജ് ഈസ് ഡൺ. ഇപ്പൊ ഞാനിപ്പോ കോട്ടയത്ത് നിന്ന് ഇത് ആണ് പറയുന്നത്. കോട്ടയത്ത് ഇപ്പൊ മഴ ശമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കട്ടെ, ഏറ്റവും കടുത്ത മഴയും പ്രളയവും നേരിടുന്ന പത്തനംതിട്ടയിൽ വന്ന് ആശിക്കുകയാണ്. പിന്നെ ജയചന്ദ്രൻ സാർ ഒരു കാര്യം പറഞ്ഞു, ഈരാറ്റുപേട്ടയിലെ പ്രളയം ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത പ്രളയം. അതെങ്ങനെയാണ് ഉണ്ടായത്? ഈ മഴ കൂടുതൽ കൊണ്ടല്ല ഉണ്ടായത്. അത് വി എൻ വാസവൻ സാർ തന്നെ പറഞ്ഞല്ലോ. അവിടെ മാലിന്യങ്ങൾ കൂമ്പാരമായിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. മീനച്ചിലാറാണ് അതുവഴി ഒഴുകുന്നത്. ആ മീനച്ചിലാറ് മുഴുവൻ കരമാലിന്യം കൊണ്ട് മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ? എല്ലാ ഗവൺമെന്റുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പോയിട്ടില്ല. എന്റെ വിനീതമായ അഭിപ്രായം, ദയവായി ജൂൺ മാസത്തിൽ തന്നെ, ഓഗസ്റ്റ് മാസത്തിൽ കാലാവസ്ഥാ പ്രവചനം എന്തുമായിക്കോട്ടെ, എൽനിനോ എന്തുമായിക്കോട്ടെ, നമ്മുടെ ഒരു കരുതൽ നടപടി ഉണ്ടാവണം. ഇതുപോലുള്ള കുട്ടികളും സ്ത്രീകളും മരിച്ച് നമുക്ക് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ. ബ്രഹ്മപുത്ര അവിടെ കലിയിളകിയിട്ട് അസാമിൽ 187 മരിച്ചിട്ടുണ്ട്. പക്ഷെ കേരളം അങ്ങനെയല്ല, എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള പ്രദേശമാണെന്നാണ് അവകാശപ്പെടുന്നത്. ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഒരു ന്യൂനമർദ്ദപ്പാത്തിയുടെ ഫലമായിട്ടാണ് ഈ മഴ ഉണ്ടാകുന്നത് പറയും.